ഹായ്, മൈ നെയിം ഇസ് നീതു. ഞാൻ മോണ്ടിസറി ജൂനിയറിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കയറാൻ പോകുന്ന ആൻഡ്രി അനീഷിന്റെ അമ്മയാണ്. 2 years എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു മോണ്ടിസറിയിലെ പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഞാൻ ഷൈനി മാമിനെ മീറ്റ് ചെയ്തു. ഷൈനി മാമിന്റെ അടുത്ത് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് മോളുടെ നാട്ടിൽ വിടുന്നത്, എന്താണ് അവളെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷൈനി മാമിന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് ക്ലാസ് ടീച്ചറുമായിട്ട് ഫോണിലൂടെയും മെസ്സേജസിലൂടെയൊക്കെയാണ് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഐ മെറ്റ് ജസിലമ്മ. അപ്പൊ ജസിലമ്മ എന്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അവള് എല്ലാ വേർഡ്സും ലെറ്റേഴ്സും അതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഷീ ഡസൻ ഹാവ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്തൊക്കെ വഴക്കുണ്ടാക്കും. സോ ഐ വാസ് സോ വറീഡ് അബൌട്ട് ഹർ. എനിക്ക് ഇവള് ശരിയാവോ, ഇവള് ഓക്കെ ആവോ, ഇവള് പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കോപ്പ് ചെയ്യോ, അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വെൻ ഐ മെറ്റ് ഷൈനിമാം എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2 വർഷത്തിന് ശേഷം നീ എനിക്ക് തന്നിരിക്കുന്ന മോളെ ആയിരിക്കില്ല, ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോളെ ആയിരിക്കും എനിക്ക് തരാൻ പോവാന്നുള്ളത്. ഷനിമ മാമന്റെ വാക്ക് വലിച്ചെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ എജു പാർക്കിൽ കൊണ്ടുവിട്ട 5 വയസ്സുള്ള ഒരു ആൻഡ്രിയനല്ല ഇപ്പം എനിക്ക് മാം തിരിച്ചു തന്നിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. എങ്ങനെയായിരിക്കും ഒരു ക്ലാസ് ടീച്ചറിന് ഇത്രയധികം ഒരു കുട്ടിയുടെ ഇമോഷണൽ ഇൻസെക്യൂരിറ്റീസിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെ അതെങ്ങനെയായിരിക്കും മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവളുടെ ഈച്ച് ആൻഡ് എവറിഥിങ്, അവളുടെ എല്ലാ കാര്യത്തിലും ജസിലമ്മാമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ പറയും. അവൾ പഠിക്കുന്നുണ്ടോ, അവളുടെ അക്കാഡമിക് ഗ്രോത്ത്, അവളുടെ അല്ലാത്ത അതർ ആക്ടിവിറ്റീസ്, അവളുടെ കോസ്റ്റ്യൂംസ്, എന്തെങ്കിലും എല്ലാ കാര്യത്തിലും അവൾ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട് ജസിലമ്മ. ക്ലാസ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ്, ഐ വുഡ് സേ ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് ഷീ ഈസ് എക്സലൻസ് ഇൻ മോസ്റ്റ് ഓഫ് ഹെർ അക്കാഡമിക് സബ്ജക്ട്സ്. അവൾ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആവണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ലൈക്ക് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. മോളാണെങ്കിലും അവളെല്ലാ കാര്യത്തിലും സ്കൂളിന്റെ ഒരു പ്രൗഡ്നെസ് അവൾ ക്യാരി ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. വെൻ ഷി വർക്ക്സ്, വെൻ ഷി സ്പീക്ക് സംതിങ് അബൌട്ട് ഹെർ സ്കൂൾ, ഓർ വെൻ ഷി like say something about like her friends, teachers, എപ്പോഴും അവൾ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവളുടെ സ്കൂളിനെ പറ്റി. ആൻഡ് ഐ ഡോണ്ട് ഹാവ് മച്ച് വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ഡിസിഷൻ when I took the decision to send her school. Thank you so much for each and every one of this school for giving such an amazing opportunity for our future kids. And thank you so much.